ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിന് മഹത്വം. ആ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഉള്ള വന്ദനങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടെ അറിയിക്കും. സ്ഥല കാലഭേദം കൂടാതെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഏത് സമയത്തും ധാരാളമായ പ്രവേശനം യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നൽകിയിരിക്കിയാൽ സ്തോത്രം. നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ആ ദൈവത്തിന്റെ സ്നേഹത്തെ നുകരുവാൻ നമുക്ക് ഇടയാകുന്നല്ലോ. ദൈവത്തെ വാഴ്ത്തുന്നു. വേഗത്തിൽ തന്നെ നമ്മുടെ പഠന ഭാഗത്തേക്ക് പോകാം. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 7, 8, 9 വാക്യങ്ങളാണ് നമ്മുടെ പഠന വിഷയം. ഒന്നും കൂടെ ആ വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് തുടരാം. Let us rejoice and exult and give him the glory, for the marriage of the Lamb has come, and his bride has made herself ready. It was granted to her to clothe herself with fine linen, bright and pure. For the fine linen is the righteous deeds of the saints. And the angel said to me, Write this, Blessed are those who are invited to the marriage supper of the Lamb. And he said to me, These are the true words of God. Jeremiah chapter 2:32. ഇരമ്യാവ് 2:32 വാക്യവും കൂടെ. ഇരമ്യാവ് 2:32, 2:32. Can a virgin forget her ornaments, or a bride her attire? Yet my people have forgotten me days without number. ഒരു മണവാട്ടി സ്വന്തം കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മണവാട്ടി മറ്റാരുമല്ല, ദൈവത്തിന്റെ സഭയാണ്. ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടുന്ന കൂട്ടം. നാം എല്ലാവരും ദൈവസഭ എന്ന ക്രിസ്തു ശരീരത്തിലെ അവയവങ്ങളാണ്. നാം ഒരുമിച്ച് നമ്മുടെ വിവാഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കാന്തന്റെ വിവാഹത്തിന് വേണ്ടി, സ്തോത്രം, ഒരുങ്ങുന്ന ഒരുക്കം. യിരെമ്യാവ് ഇസ്രായേൽ മക്കളോട് ചോദിച്ച ചോദ്യം, അല്ലെങ്കിൽ ദൈവം യിരെമ്യാവിലൂടെ ജനത്തോട് ചോദിച്ച ചോദ്യമാണ് നാം യിരെമ്യാവിന്റെ പുസ്തകം 2:32 കണ്ടത്. ഒരു കന്യക തൻ്റെ, അല്ലെങ്കിൽ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന മണവാട്ടി അവളുടെ വസ്ത്രവും അവളുടെ ആഭരണങ്ങളും മറക്കും. ഒരു കല്യാണത്തിന് മണവാട്ടി പെൺകുട്ടിയാണ് ഒരുപക്ഷെ മണവാളനേക്കാൾ അധികം ഒരുങ്ങി വരുന്നത്. ആൾക്കാരുടെ എല്ലാം ശ്രദ്ധ മണവാട്ടിയിലേക്കായിരിക്കും. നമ്മുടെയൊക്കെ വിവാഹങ്ങളിലെ ഒരു രീതിയാണ്. പെണ്ണിന്റെ വീട്ടുകാർ പോലും, ചെറുക്കന്റെ വീട്ടുകാര് പെണ്ണിനെ നോക്കുകയുള്ളൂ. പെണ്ണിന്റെ മണവാട്ടിയുടെ വീട്ടുകാർ പോലും ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് പെൺകുട്ടിയെ. അവളുടെ വസ്ത്രധാരണവും ഒരുക്കവും എല്ലാം ശ്രദ്ധിക്കപ്പെടും. അത്രയും മണവാളനെ ശ്രദ്ധിക്കാറില്ല. ഇവിടെയും മണവാട്ടിയെക്കുറിച്ച് എടുത്തു പറയുന്നു. അവൾ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ആവർത്തിച്ചു പറയട്ടെ, നമ്മുടെ രക്ഷ
ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ രക്ഷ ദൈവത്തിന്റെ കൃപയാലാണ്. നമ്മുടെ രക്ഷയ്ക്ക് ഏക അടിസ്ഥാനം വിശ്വാസമാണ്. ഈ അടിസ്ഥാന തത്വങ്ങൾ മറക്കരുത്. These fundamental soteriological doctrines are to be maintained, never to be forgotten. ഈ രക്ഷാശാസ്ത്രപരമായ ഈ അടിസ്ഥാന വിശ്വാസ പ്രമാണം നാം മറക്കരുത്. അതിൽ വെള്ളം ചേർക്കരുത്. നമ്മളിപ്പോൾ പഠിക്കുന്നത് വിവാഹത്തിനായി മണവാട്ടി എങ്ങനെ തന്നെത്താൻ ഒരുക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം നമ്മൾ ചെയ്യുന്ന വല്ല പ്രവൃത്തികളാലുമാണ് നമുക്ക് രക്ഷ എന്നതല്ല. അതിനുവേണ്ടിയാണ് രക്ഷാശാസ്ത്രപരമായ ഈ അടിസ്ഥാന വിഷയത്തെ ആവർത്തിച്ച് മിക്കവാറും ക്ലാസ്സുകളുടെ തുടക്കത്തിൽ പറയുന്നത്. ആവർത്തിക്കുന്നു. Our salvation, the forgiveness of sins, it is absolutely free gift of God for man. Our salvation is purely by the grace of God, and it is perfectly by faith. അതിന് പ്രവൃത്തികൾ കാരണമല്ല. ചാരിറ്റി, നല്ല പ്രവർത്തനം, നല്ല ക്രിയകൾ, they are not the basis of our salvation. ഇനിയും ഒരു കാര്യവും കൂടെ നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് 19:7-8-9 അവിടെ കാണുന്നു. ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ അവൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പൊ കർത്താവ് അതുപോലും അവൾക്ക് കൊടുത്ത കൃപയാണ്. It was granted her to clothe herself with fine linen, bright and pure. It is granted. That means even that also God's gift. That also God's grace. നമ്മൾ നേരത്തെയും ചിന്തിച്ചതുപോലെ നമുക്ക് വിശ്വസിക്കുവാൻ പോലും ദൈവമാണ് തന്റെ കൃപയിൽ കനിഞ്ഞത്. Even it was by God's grace that we could believe in him. So even it is by faith we are saved by the grace, through grace. But even it was God's grace that we could believe. Our faith also is God's gift. No deeds, no works, nothing can save us. ഒരു പ്രവൃത്തിയുമല്ല നമ്മെ രക്ഷിക്കുന്നതെന്ന പൂർണ്ണ തിരിച്ചറിവ് നമുക്ക് വേണം. അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ആവശ്യകത എന്താണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തല്ലെന്നും കൂടെ നാം മനസ്സിലാക്കണം. എല്ലാം ദൈവത്തിന്റെ ദാനവും കൃപയും വിശ്വാസത്താലും യേശുക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയാലും ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നല്ല. So what is not the meaning of these things? It is to be noted that these things, God's grace, God's gift, by faith, our salvation,
they do not make it very passive. These claims and these declarations, these doctrinal truths do not make it a passive gift. If that would have been, it could have been given to all the humans. ദൈവത്തിന്റെ ദാനവും ദൈവത്തിന്റെ കൃപയും വിശ്വാസത്താലും ഒക്കെയാണ് രക്ഷ എന്ന രക്ഷാശാസ്ത്ര ഉപദേശം എന്തല്ല എന്നും കൂടെ ഓർത്തോണം. ആ ഉപദേശം നമ്മെ പാസീവ് റെസിപ്പിയൻസ് ആക്കി തീർക്കുന്നില്ല. രക്ഷയുടെ വെറും ഒന്നും ചെയ്യാതെ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ആ രക്ഷയുടെ സ്വീകർത്താക്കളാക്കി നമ്മെ തീർക്കുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ലോകത്ത് വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും സകലമാന മനുഷ്യർക്കും അങ്ങ് രക്ഷ കൊടുത്തേനെ. വിശ്വസിക്കുന്നവര് തന്നെ എത്രയോ പേർ കർത്താവിന്റെ രാജ്യത്തിൽ എത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത്, live a life worthy of our calling. Live a life worthy of the one who called us. Live a life worthy of our repentance. നമ്മൾ അടുപ്പിച്ച് പഠിച്ചു, നിങ്ങളെ വിളിക്ക യോഗ്യമാമണ്ണം നടക്കുക. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാവുക. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക. ഇവിടെയെല്ലാം എന്താ ആവശ്യപ്പെടുന്നത്? This salvation demands a responsibility from us, an obligation. We have an obligation. Certainly we have a hope, a living hope, a blessed hope. നമുക്ക് ഒരു ജീവനുള്ള പ്രത്യാശ കർത്താവ് തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് ഉയരത്തിലെ നിത്യജീവന്റെ പ്രത്യാശ നൽകിയിട്ടുണ്ട്. പക്ഷേ അത് വിശ്വാസത്താലാണ് നമുക്ക് ലഭിച്ചത്, കൃപയാലാണ്, ദൈവത്തിന്റെ ദാനമായിട്ടാണ്. അത് നമ്മെ ഉത്തരവാദിത്വമില്ലാത്തവരാക്കി തീർക്കുന്നില്ല. That doesn't make us irresponsible and passive recipients. ഒന്നും ചെയ്യാതെ, ഉത്തരവാദിത്വം ഒന്നുമില്ലാതെ വെറുതെ വാങ്ങിവെക്കുന്നവരാക്കി, സ്വീകർത്താക്കളാക്കി നമ്മെ ഈ കാര്യങ്ങൾ തീർക്കുന്നില്ല. നമ്മുടെ ഉത്തരവാദിത്വത്തെ ഈ കാര്യങ്ങൾ ഇല്ലാതെയാക്കുന്നില്ല. നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് പറയുന്നത് കൊണ്ട് രക്ഷ പ്രവർത്തിയാലാണ് എന്ന് വരുന്നില്ല. സ്തോത്രം. കാരണം ഇന്ന് അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന പലതരം പഠിപ്പീരികൾ ഉള്ളത് കൊണ്ട് ഞാനത് എടുത്തു പറയുന്നു. വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുമ്പോൾ അത് ലീഗലിസമാണ്, ന്യായപ്രമാണമാണ് പറയുന്നത്, അത് നടക്കുന്ന കാര്യമല്ല എന്ന് പഠിപ്പിക്കുന്നവരും നമ്മുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഈ കാര്യം ഒന്ന് വ്യക്തമാക്കിയതാണ്. ഒന്ന് യോഹന്നാൻ 3:3 വാക്യം വായിച്ചാട്ടെ. ഫസ്റ്റ് ജോൺ 3:3. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം
അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. കണ്ടോ? രണ്ടാമത്തെ വാക്യത്തിൽ പ്രത്യാശയെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകും. അന്ന് നമ്മൾ കർത്താവിനെ താൻ ഇരിക്കുന്നത് പോലെ കാണും. നാം നമ്മുടെ കർത്താവിനോട് സദൃശന്മാരാകും. ആ 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് രണ്ടാമത്തെ വാക്യത്തിൽ. എന്നിട്ട് പറയുകയാണ്, ഈ പ്രത്യാശ നമുക്കുണ്ട്. ഈ പ്രത്യാശ നമുക്ക് ലഭിച്ചത് എങ്ങനെയാ? വിശ്വാസത്താലാ, കൃപയാലാ, ദാനമായിട്ടാ. പക്ഷെ ഈ പ്രത്യാശ നമ്മൾ ഉണ്ടെങ്കിൽ ഒരു ഒബ്ലിഗേഷൻ, ഒരു ഡിമാൻഡ്, an uncompromising demand of a holy life is there. Because we are saved, because we are forgiven, നമ്മൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട്, നമുക്ക് പാപമോചനം ലഭിച്ചതുകൊണ്ട്, നമുക്ക് അനുരഞ്ജനം ചെയ്യാൻ ഒക്കാത്ത ഒരു കടമ, ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ആ ഉത്തരവാദിത്വം? നമ്മുടെ കർത്താവായ യേശു നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മളെ തന്നെ നിർമ്മലീകരിക്കുക. Purging ourselves as our Lord is pure. Purify ourselves. നമ്മെ തന്നെ നിർമ്മലീകരിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിൽ നിന്ന് നാം ഒഴിവുള്ളവരല്ല. എന്ന് വെച്ചാൽ, it was by God's grace, and it is by God's grace, but at the same time we can despise God's grace for us. ദൈവത്തിന്റെ കൃപയാലാണ് രക്ഷ. പക്ഷേ ഈ കൃപയെ നമുക്ക് വേണമെങ്കിൽ വ്യർത്ഥമാക്കാം. പൗലോസ് പറയുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. I didn't allow God's grace for me to go in vain. അത് വ്യർത്ഥമാകാൻ ഞാൻ അനുവദിച്ചില്ല. അതാണ് നാം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഉത്തരവാദിത്വങ്ങൾ നാം രക്ഷിക്കപ്പെട്ടതുകൊണ്ടും പാപങ്ങൾ മോചിക്കപ്പെട്ടതുകൊണ്ടും പ്രത്യാശ നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഉണ്ട് എന്ന വസ്തുത നാം തള്ളിക്കളയരുത്, മറക്കരുത്. അതിന്റെ ഭാഗമായിട്ടാണ് നാം ഇന്നലെ ഏറ്റവും ഒടുവിൽ ചിന്തിച്ചത് പാപത്തിൽ തുടരാതിരിക്കുക എന്നുള്ളതായിരുന്നല്ലേ? ഇന്നലെ നാം ഏറ്റവും ഒടുവിൽ ചിന്തിച്ചത് മറന്നുപോയോ? പാപത്തിൽ തുടരാതിരിക്കുക. പാപത്തിൽ തുടരാതിരിക്കുക. Abstain from volunteer, purposeful, deliberate and habitual sins, and never continue in. മനഃപൂർവം പാപം ചെയ്യാതിരിക്കുക. ഏതെങ്കിലും വിധത്തിൽ പാപത്തിൽ വീണുപോയോ, എന്തെങ്കിലും പരാജയം സംഭവിച്ചോ എങ്കിൽ പാപത്തിൽ തുടരാതെ ഇരിക്കുക. വീണ്ടും ജനിച്ച ഒരുവന് പാപത്തിൽ തുടരാൻ കഴിയുകയില്ല എന്ന് നമ്മൾ കണ്ടു. പാപത്തിൽ തുടരാൻ സാധ്യമല്ല. നാം വളരെ അസ്വസ്ഥരായിരിക്കും. നമ്മുടെ അകത്തെ പാപം, നമ്മിൽ വസിക്കുന്ന പാപത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റും. ഒരു യഥാർത്ഥ വിശുദ്ധന് അവന്റെ സ്വന്തം ജീവിതത്തിലെ പോരായ്മകൾ, പാപങ്ങൾ തിരിച്ചറിയാൻ പറ്റും. A true saint, a true disciple of Jesus can
recognize the presence and power of sin within. അവനിലുള്ള പാപത്തിന്റെ സാന്നിധ്യത്തെയും ശക്തിയെയും ഒരു യഥാർത്ഥ ഭക്തന് തിരിച്ചറിയാൻ പറ്റും. ആ തിരിച്ചറിവ് അവനെ അസ്വസ്ഥനാക്കും. സ്തോത്രം. എങ്ങനെയെങ്കിലും അതിനെ ജയിക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കും. എങ്ങനെയെങ്കിലും അതിനോടൊരിക്കലും അവൻ അനുരഞ്ജനം, കോംപ്രമൈസ് ചെയ്യത്തില്ല. അതിനെയാണ് നാം എബ്രായർ 12:4 കാണുന്നത്, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നാം എതിർത്ത് നിൽക്കണം എന്ന്. That is our obligation. സ്തോത്രം. Since we are born again, we have to resist sin even at the point of our death, shedding our blood. Hebrews 12:4. എബ്രായർ 12:4 അതാണ് പറയുന്നത്. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം മരിക്കുന്നതുവരെ നാം എതിർത്ത് നിൽക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. സ്തോത്രം. നമ്മൾ അതിന് മനസ്സ് വെക്കുമ്പോൾ ദൈവം നമ്മെ സഹായിക്കാൻ തയ്യാറാ. നമ്മുടെ സ്വന്തം ശക്തിയാലല്ല, അത് പറ്റില്ല. അപ്പം പാപത്തിൽ തുടരാതിരിക്കുക, മനഃപൂർവം പാപം ചെയ്യാതിരിക്കുക. നമ്മൾ പാപത്തെക്കുറിച്ച് പറഞ്ഞത് ഓർക്കുമല്ലോ, അത് വെറും പ്രവൃത്തി മാത്രമല്ല, അതിന്റെ അവസാന ഭാഗത്താണ് അത് പ്രവൃത്തിയായിട്ട് വെളിപ്പെടുന്നത്. എന്നാൽ ഒരു പാപം പ്രവൃത്തിയുടെ രൂപം എടുക്കുന്നതിന് മുമ്പ് തന്നെ അതൊരുവന്റെ മനസ്സിൽ മോഹമായി, ആഗ്രഹമായി, അഭിലാഷമായി ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടായിരുന്നു നമ്മൾ കുറച്ച് ദിവസത്തിന് മുമ്പും ഒരു കാര്യം പറഞ്ഞു, മൈൻഡ് യുവർ തോട്ട്സ്, ദേ വിൽ ബിക്കം വേർഡ്സ്. Mind your words, they will become actions. Mind your actions, they will become habits. Mind your habits, they will become our character. Mind your character, that will form our personality. Accordingly, our destiny will be determined. ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, അധികം നാളായില്ല. നാം നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുക, അത് വാക്കുകളാകും. വാക്കുകളെ നിയന്ത്രിക്കുക, അത് പ്രവൃത്തികളാകും. പ്രവൃത്തികളെ സൂക്ഷിക്കുക, അത് ശീലങ്ങളാകും. ശീലങ്ങളെ സൂക്ഷിക്കുക, അത് സ്വഭാവ രൂപീകരണത്തിന് കാരണമാകും. സ്വഭാവത്തെ സൂക്ഷിക്കുക, അതനുസരിച്ചാണ് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുക. വ്യക്തിത്വത്തിനനുസൃതമായിട്ടാണ് നിത്യത നിർണയിക്കപ്പെടുക. അപ്പൊ ഇതകത്തു നിന്ന് സമയമെടുത്തേക്കാം. അതുകൊണ്ട് മനഃപൂർവം പാപം ചെയ്യാതെ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക, പാപത്തിൽ തുടരാതിരിക്കുക. അതിനോടനുബന്ധിച്ച് നമുക്ക് വീണ്ടും അടുത്ത ചില കാര്യങ്ങൾ കൂടെ ചിന്തിക്കാം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങൾ ഇത്രയും വിഷയങ്ങളിലുണ്ടോ?
ഇല്ലെങ്കിൽ നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് പോകാം. എബ്രായ ലേഖനം 10:23 വാക്യം. 10:23 Hebrews. Let us hold പ്രത്യാശയുടെ fast സ്വീകാരം of our hope without wavering, for he who promised is faithful. Yeah. ഒന്നും കൂടെ വായിച്ചോ ആനി സിസ്റ്റർ. Let us hold fast the confession of our hope without wavering, for he who promised is faithful. രക്ഷിക്കപ്പെട്ട മണവാട്ടിയായി വിവാഹ നിശ്ചയം കഴിഞ്ഞ പ്രത്യാശയുള്ള സഭയോട് ആ സഭയിലെ അംഗങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്ന അടുത്ത കാര്യമാണ്, നമ്മെ തന്നെ വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്നതിന്റെ ഭാഗമായി എന്ത് ചെയ്യണമെന്നാണ്? ഹോൾഡ് ഫാസ്റ്റ് ദ കൺഫെഷൻ ഓഫ് അവർ ഹോപ്പ്. നമ്മുടെ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. ആംപ്ലിഫൈഡ് വേർഷൻ പറയുന്നു, സോ ലെറ്റ് us seize and hold fast and retain without wavering the hope we cherish and confess, and our acknowledgement of it. For he who promised is reliable and faithful to his word. അപ്പോൾ ഇവിടെ നാം കാണുന്നു let us എന്ന ഒരു പ്രയോഗം. 22 വാക്യത്തിലുണ്ട്, 24 let us. നാം ചെയ്യേണ്ടതായ കാര്യങ്ങളെ കുറിച്ച് 22 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. 23 നമ്മളിപ്പോ വായിച്ചത്. ഹോൾഡ് ഫാസ്റ്റ് ദ കൺഫെഷൻ ഓഫ് അവർ ഹോപ്പ്. നമ്മുടെ പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് വെച്ചാൽ, നാം രക്ഷിക്കപ്പെട്ടത് കൊണ്ട്, നാം ക്രിസ്തുവിന്റെ മണവാട്ടി ആയതുകൊണ്ട് നമുക്ക് പ്രത്യാശ നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ, പ്രതികൂലങ്ങളുടെ ഒക്കെ നടുവിലും നാം ആ പ്രത്യാശ കൈമോശം വരാതെ സൂക്ഷിക്കണം, നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഹോൾഡ് ഫാസ്റ്റ്. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, എല്ലാറ്റിലേക്കും ഒന്നും പോകുന്നില്ല. അത് നമ്മൾ തിരുവെഴുത്ത് വായിക്കുമ്പോൾ, വിശേഷിച്ച് പുതിയ നിയമം വായിക്കുമ്പോൾ, അതിലും ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് കാണാം. കർത്താവ് നമുക്ക് പ്രത്യാശ തന്നിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ, പ്രലോഭനങ്ങൾ ഒക്കെ ഉണ്ടാകും. ആ സമയത്ത് ദൈവം തന്ന ആ പ്രത്യാശയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ലൂസാക്കാൻ പാടില്ല. അതിലുള്ള പിടിവിടാതിരിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മുടെ പ്രത്യാശയുടെ സ്വീകാരം, ദ കൺഫെഷൻ ആൻഡ് ദി അക്നോളജ്മെന്റ് ഓഫ് അവർ ഹോപ്പ്. സ്തോത്രം. നമുക്കുള്ള പ്രത്യാശയുടെ ഉറപ്പ് നഷ്ടപ്പെടുത്താതിരിക്കുക, നമ്മുടെ പ്രത്യാശയെ മറന്നുകളയാതിരിക്കുക, വിട്ടുകളയാതിരിക്കുക. അങ്ങനെ വിട്ടുകളഞ്ഞ പലരുണ്ട്. അങ്ങനെ വിട്ടുകളഞ്ഞാൽ നാം കൈവിടപ്പെട്ടു പോകാം
അത് സംഭവിക്കരുത്. വിട്ടുകളഞ്ഞാൽ നമുക്ക് ഈ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാം. അത് നമുക്ക് സംഭവിക്കരുത് എന്നാണ് നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. നാം 3-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം കൂടെ നോക്കിക്കേ. 3:6 എബ്രായ ലേഖനം തന്നെ 3:6 3:6. But Christ is faithful over God's house and as a son. We are his house, if indeed we hold fast our confidence and our boasting in our hope. Again there, if we hold fast our confidence and our and in the what did you read? And we are his house. നാം അവിടെ കണ്ടത് യേശുക്രിസ്തു തന്റെ ഭവനത്തിലൊക്കെ, മോശ ദൈവത്തിന്റെ ഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്നു. ആ കാര്യം പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, ക്രൈസ്റ്റ് യേശുക്രിസ്തുവിനെ അവിടേക്ക് കൊണ്ടുവരുന്നു. Christ was faithful as a son over his house. Moses was a servant of that house, and Jesus as the son of God's house. That house is you and I. ആ ഭവനം എന്ന് പറയുന്നത് നമ്മളാണ്. We are his house. നാം ആണ് ആ ദൈവത്തിന്റെ ഭവനം. എപ്പോൾ, എങ്ങനെയായാൽ, if we hold fast our confidence and the boast of our hope firm until the end. നമുക്ക് ദൈവത്തിന്റെ ഭവനമായിരിക്കാൻ കഴിയണമെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നമ്മുടെ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കണം. പിന്നെ പ്രശംസ മുറുകെ പിടിക്കണം. അല്ലെ? അങ്ങനല്ലേ കൊടുത്തിരിക്കുന്നത് മലയാളത്തിൽ? പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം. പ്രത്യാശയുടെ ധൈര്യം, പ്രശംസയും. If we hold fast our confidence and the boast of our hope firm until the end. അവസാനത്തോളം. Rejoicing of hope in some versions. അപ്പൊ ഇവിടെ എല്ലാം നാം കാണുന്നത്, നാം രക്ഷിക്കപ്പെട്ടു. കർത്താവ് നമ്മെ രക്ഷയ്ക്ക് യോഗ്യരാക്കി. യേശുക്രിസ്തു എന്ന മണവാളന് മണവാട്ടിയാക്കി തീർത്തു. പക്ഷേ അന്ത്യം വരെ നാം എന്ത് ചെയ്യണം? It is we who are now members of this house. If we hold fast and firm to the end our joyful and exultant confidence and sense of triumph in our hope in Christ. യേശുക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ, നാം ആ പ്രത്യാശയിൽ സന്തോഷിച്ച് ആ പ്രത്യാശയെ മുറുകെ പിടിക്കുകയും അതിൽ നാം പ്രശംസിക്കുകയും ചെയ്യണം. കാരണം അതാണ് നമ്മുടെ വിജയം. എന്താണ് നമ്മുടെ വിജയം? നമുക്ക്
ലഭിച്ചിട്ടുള്ള പ്രത്യാശ. നമ്മുടെ പ്രത്യാശ എന്താണെന്ന് പറയേണ്ടതില്ലല്ലോ. നാം ക്രിസ്തുവിന്റെ കാന്ത എന്ന നിലയിൽ നമ്മുടെ പ്രത്യാശ കുഞ്ഞാടിന്റെ കല്യാണമാണ്. ആസ് ബ്രൈഡ് അവർ ഹോപ്പ് ഈസ് യൂണിയൻ വിത്ത് ദ ഗ്രൂം, മാരേജ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന വിഷയത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രത്യാശ അത് തന്നെ എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. നമ്മൾ ക്രിസ്തുവിന്റെ കാന്ത, വിവാഹ നിശ്ചയം കഴിഞ്ഞ മണവാട്ടി, കന്യക എന്ന നിലയിൽ നമ്മുടെ പ്രത്യാശ യേശു ക്രിസ്തു എന്ന മണവാളനുമായി നമ്മുടെ കൂടിച്ചേരലാണ്, നമ്മുടെ സമാഗമമാണ്, നമ്മുടെ വിവാഹമാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ആ സന്തോഷത്തിന് കുറവ് ഭവിക്കരുത്. അതിന് നാം അത് മുറുകെ പിടിക്കണം. ആ പ്രത്യാശ നമുക്ക് കൈമോശം വരരുത്. ആ പ്രത്യാശ നമുക്ക് കൈമോശം വന്നെങ്കിൽ നഷ്ടപ്പെടരുത്. അതാണ് നമ്മുടെ ട്രയംഫ് എന്ന് പറയുന്നത്, നമ്മുടെ വിജയം എന്ന് പറയുന്നത്. കോൺഫിഡൻസ് ആൻഡ് സെൻസ് ഓഫ് ട്രയംഫ് ഇൻ അവർ ഹോപ്പ്. ജീവിതത്തിൽ എന്തൊക്കെ നേരിട്ടാലും ഈ പ്രത്യാശ നമ്മിൽ ഉണ്ടെങ്കിൽ അത് നമ്മളെ ജയാളികൾ എന്ന ഒരു ഭാവത്തിൽ നിർത്തുമെന്ന്. മനസ്സിലാവുന്നുണ്ടോ കാര്യം? രോഗം വന്നു, സൗഖ്യമാകുന്നയില്ല. ദൈവിക രോഗശാന്തിയിൽ വിശ്വസിച്ച് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക, പക്ഷെ രോഗം മൂർച്ഛിക്കുന്നതേ ഉള്ളൂ, സൗഖ്യമാകുന്നില്ല. ഈ പ്രത്യാശ തണുത്തു പോകരുത്. ഇനി മറ്റൊരു കൂട്ടർ മരുന്ന് ഉപയോഗിക്കുന്നവർ, പണമുണ്ട്, നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്, നല്ല ചികിത്സ. പക്ഷേ രോഗം മൂർച്ഛിക്കുക. ഇന്നലെ മിനിയാന്ന് നമ്മുടെ ഡോക്ടർ സാജു പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്മേറ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞ ദിവസം മരിച്ചു. ഡോക്ടർ ഏർലി സ്റ്റേജിൽ തന്നെ, ക്യാൻസറിന്റെ തുടക്ക സമയത്ത് തന്നെ കണ്ടുപിടിക്കാൻ പറ്റി, ഒക്കെ സാധിച്ചു. പക്ഷേ ആള് മരിച്ചുപോയി. ഇന്ന് രാവിലത്തെ ന്യൂസ് പേപ്പറിൽ ഞാൻ വായിച്ചു, കേരളത്തിൽ ഒരു ഡോക്ടർ പ്രസവത്തോടനുബന്ധിച്ച് അമ്മയും കുഞ്ഞും മരിച്ചു. അവർ ജോലി ചെയ്യുന്ന താലൂക്ക് ഹോസ്പിറ്റലിൽ തന്നെ. അവരുടെ ഹസ്ബൻഡും ഡോക്ടറാണ്, ഈ പെൺകുട്ടിയും ഡോക്ടറാണ്. അവർ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ. ഒടുവിൽ അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്കോ മറ്റോ മാറ്റി. പക്ഷേ രക്ഷിക്കുവാനായിട്ട് സാധിച്ചില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസ പ്രതികൂലങ്ങൾ ഏറി വരുമ്പോഴും നമ്മളെ പക്ഷേ ജയത്തോടെ നിർത്തുന്നത്, ജയാളികളെ പോലെ നമ്മെ നയിക്കുന്നത് എന്താണ്? ഈ പ്രത്യാശ. പക്ഷെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം എന്ത് ചെയ്യാൻ പാടില്ല? ഈ പ്രത്യാശയെ തള്ളിക്കളയരുത്. നാം അതിനെ മുറുകെ പിടിക്കണം. നീ മുറുകെ പിടിക്കുക മാത്രമല്ല, കൺഫസും കൂടെ ചെയ്തോ, അത് ഏറ്റുപറക കൂടെ ചെയ്തോ. സ്തോത്രം. അപ്പോൾ നമ്മളെ തന്നെ കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി ഒരുക്കുന്നതിന്റെ ഭാഗമാണ് നമ്മുടെ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക.
വേറെയും ഭാഗങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും നമുക്ക് തൽക്കാലം ഇത്രയും മതിയായിരിക്കും ഈ വിഷയത്തോടനുബന്ധിച്ച്. തിരികെ നമുക്ക് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് പോകാം. ഇതിനോട് ചേർത്ത് തന്നെ നമുക്ക് വയ്ക്കുവാൻ കഴിയുന്ന വാക്യമാണ് അതിന്റെ 32 മുതൽക്കുള്ള വാക്യങ്ങളും, പ്രത്യേകിച്ച് അതിന്റെ 35 വായിച്ചോളൂ. 35. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹോൾ ഫാസ്റ്റ്, മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞതിന്റെ ഒരു മറുവശം, അതിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾ എഴുതിക്കോ, അല്ലെങ്കിൽ അടുത്ത പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ എഴുതിക്കോ, അത് നിങ്ങളുടെ ഇഷ്ടം. അവിടെ പറയുന്നത് തള്ളിക്കളയരുത്. മറ്റേത് മുറുകെ പിടിച്ചുകൊള്ളണമെന്നായിരുന്നു അർത്ഥം. ഒന്ന് പോസിറ്റീവായിട്ടും ഒന്ന് നെഗറ്റീവായിട്ടും പറഞ്ഞതേ ഉള്ളൂ. അവിടെ പറയുന്നത് ഡു നോട്ട് ത്രോ അവേ യുവർ കോൺഫിഡൻസ് which has a great reward. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ ഉറപ്പ്, കോൺഫിഡൻസ്. പശ്ചാത്തലം നമുക്കറിയാം. 32 മുതൽ അപ്പോസ്തലൻ അക്കാര്യമാ പറഞ്ഞു വരുന്നത്. സ്വർഗത്തിൽ നിലനിൽക്കുന്ന പ്രതിഫലമുണ്ട് എന്ന അറിവോടെ അവരെ കഷ്ടം സഹിച്ചവർക്ക് ഒപ്പം നിന്നു. ജയിലുകളിൽ കിടന്നവരോട് സഹതാപം കാണിച്ചു. അതൊക്കെ കൂടാതെ സമ്പത്തുകളുടെ അപഹാരവും മുറുമുറുപ്പോടെയല്ല, സന്തോഷത്തോടെ സഹിച്ചു. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടോ അവര് ആ അവസ്ഥയിൽ നിന്നും ചാഞ്ചാടാൻ തുടങ്ങിയപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, സ്തോത്രം, അരുത്, നിങ്ങൾ ഈ ചെയ്തതിനൊക്കെ മഹാപ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാനുണ്ട്. മഹാപ്രതിഫലം ലഭിക്കാനുണ്ട്. നമ്മൾ ബാങ്കിന്റെയൊക്കെ ATM കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഓരോ ബാങ്കിനും പല പേരുകളായിരിക്കും. റിവാർഡ് പോയിന്റ്സ് ഉണ്ട്, റിവാർഡ് പോയിന്റ്സ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്കും ഉണ്ട്. ഇനി വണ്ടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഷോറൂമിൽ ഓതറൈസ്ഡ് സർവീസ് സെന്ററുകളിൽ സർവീസിങ് ചെയ്യിച്ചാലും അവർക്ക് പോയിന്റ്സ് കിട്ടും. എന്നാൽ ഈ പോയിന്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ അതിനൊരു കാലാവധിയുണ്ട്. ചിലപ്പോൾ കുറെ പോയിന്റ്സ് അതിൽ ആയി കഴിയുമ്പം നമ്മൾ കുറെ നാളായിട്ട് അവിടെ പോവുകയും ഉപയോഗിക്കാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് കമ്പനിക്കാർ മെസ്സേജ് അയക്കും, നിങ്ങളുടെ ഇത്ര പോയിന്റ് ലാപ്സ് ആയി പോകാൻ പോകുന്നു, നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇന്ന പോലൊക്കെ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത് നിങ്ങളുടെ പേരിൽ കിടക്കുന്ന ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഇവിടെ അപ്പോസ്തലൻ അതാണ് പറയുന്നത്. 32 തൊട്ടുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരിക്കൽ പ്രകാശനം ലഭിച്ചു, നിങ്ങൾ കഷ്ടതകൾ സഹിച്ചു, ആ നാളുകളൊന്ന് ഓർത്തോണം, ആ നാളുകൾ ഓർത്തോണം. എന്നിട്ട് നിങ്ങൾ ക്രിസ്തു നിമിത്തം എന്തായി തീർന്നു?
32 വായിച്ചു. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളു. കർത്താവിന്റെ നാമം നിമിത്തം അവർക്ക് ലഭിച്ച പ്രത്യാശയുടെ പ്രകാശനം നിമിത്തം ധാരാളം കഷ്ടങ്ങൾ സഹിച്ചു. അതിൻ്റെയൊക്കെ വിവരണം നടത്താൻ പോയാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ലാത്തത് കൊണ്ട് അത്രയും പറഞ്ഞങ്ങ് നിർത്തുക. അടുത്തത്, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. 3 കാര്യങ്ങൾ കണ്ടോ? പ്രകാശനം ലഭിച്ചിട്ട് അല്ലെങ്കിൽ പ്രത്യാശ ലഭിച്ചിട്ട് ആ ഉറപ്പ് നിമിത്തം, ആ കോൺഫിഡൻസ് നിമിത്തം, ഒന്ന്, അവർ പലവിധ കഷ്ടതകൾ സഹിച്ചു, കൂത്തുകാഴ്ചയായി തീർന്നു, പരസ്യ കാഴ്ചകളായിട്ട് അവർ മാറി. 2, ജയിലുകളിൽ കിടന്നവരോട് തടവുകാരോട് അവര് സഹതാപം കാണിച്ചു, സിമ്പത്തറ്റിക്. ദാറ്റ് മീൻസ് ദേ ഹെൽപ് ദം. ചിലപ്പോൾ വീട്ടിലെ അച്ചായൻ ജയിലില്ല, ഭാര്യയും മക്കളും മാത്രം വീട്ടിൽ. ജയിലിൽ പോയിട്ട് ഇവരെ ഒന്നും ചെയ്യാൻ ഒക്കുന്നില്ല ഇവർക്ക്. പക്ഷേ ഏക വരുമാനമായിരുന്ന കുടുംബനാഥനെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ ആഹാരത്തിന് പോലും വകയില്ലാതിരിക്കുന്ന വീട്ടിൽ ഉള്ള ആ ഭാര്യയെയും മക്കളെയും സഹായിച്ചത് ഇവരായിരിക്കാം. അതൊക്കെയാണ് അവിടെ പറയുന്നത്. 3, ഇത് രണ്ടും കൂടാതെ ഇവരുടെ സമ്പത്ത് ഇവർ വിശ്വാസികളാണെന്നും പറഞ്ഞ് അപഹരിച്ചെടുത്തു. അതിനും ഒരു കേസ് പറയാൻ പോയില്ല, വ്യവഹരിക്കാൻ പോയില്ല. ഇതെല്ലാം അവർ സഹിച്ചത് ഒറ്റ കാരണത്തല്ല, അവർക്ക് ലഭിച്ച പ്രകാശനം. 32 വാക്യത്തിൽ എൻലൈറ്റൻമെന്റ് അബൌട്ട് ദ ഹോപ്പ് ആൻഡ് ദ റിവാർഡ്സ്. രണ്ടാമത്തേതാണ് അവർക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന പ്രതിഫലമുണ്ടെന്നുള്ള ഉറപ്പ്. പക്ഷെ ഇപ്പോൾ എന്തൊക്കെയോ കാരണങ്ങളാൽ ഇവര് അതൊക്കെ വിടാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ പറയുകയാണ്, അരുതരുതരുതരുത്, ഡു നോട്ട് ത്രോ അവേ, അത് നിങ്ങൾ വിട്ടുകളയരുത്. എന്ന് പറഞ്ഞാൽ കളഞ്ഞു പുളിക്കരുത്. നിങ്ങൾക്ക് പ്രതിഫലമുള്ള നിങ്ങളുടെ ആ ധൈര്യം, ഉറപ്പ്, ഏറ്റുപറച്ചിൽ, പ്രത്യാശ, അത് തള്ളിക്കളയരുത്. അത് തള്ളിക്കളഞ്ഞാൽ നിത്യത നഷ്ടപ്പെടാൻ പോലും ഇടയുണ്ട്. പ്രതിഫലം പോകുമെന്ന് മാത്രമല്ല, പ്രതിഫലം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല. സ്തോത്രം. അപ്പൊ ഈ പ്രതിഫലം ഓൾറെഡി എവിടെ ഉണ്ട്? ഇതുവരെയുള്ളവരുടെ ജീവിതം വെച്ച് സ്വർഗത്തിലുണ്ട്. അത് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ പ്രതിഫലം എടുത്ത് കളയുമെന്നാണോ? അല്ല. അത് വാങ്ങാൻ നിങ്ങൾ അങ്ങ് ചെല്ലത്തില്ല, അത്രേ ഉള്ളൂ. അത് സംഭവിക്കരുത്. ഇപ്പൊ കേരളത്തിൽ ആ 15 വയസ്സുകാരനെ അടിച്ച ജയിലിലായവർക്കൊക്കെ ജയിലിൽ കൊണ്ട് പരീക്ഷ എഴുതിക്കുന്നത് പോലെ ദൈവം പ്രതിഫലം കൊടുക്കത്തില്ല. നരകത്തിൽ കൊണ്ട് പ്രതിഫലം ഒന്നും കൊടുക്കത്തില്ല. അപ്പം നാം എന്ത് ചെയ്യണം? നമ്മെ തന്നെ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഒരിക്കൽ നമ്മൾ വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ നിന്നു എങ്കിൽ അതേ തീഷ്ണതയിൽ എപ്പോൾ വരെ? അവസാനം വരെ. അതാണ് നമ്മൾ 3:6 വായിച്ചത്. അവസാനത്തോളം മുറുകെ പിടിച്ചു കൊള്ളണം, അത് തള്ളിക്കളയരുത്. ഇതിനോട് ചേർത്ത് അടുത്തതും കൂടെ നമുക്ക് നോക്കാം. അതാണ് നാം അതിൻ്റെ
36 വാക്യത്തിൽ വായിക്കുന്നത്. 36, 10:36. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. സ്തോത്രം. ധൃതി കൂട്ടരുത്. നമുക്ക് എന്ത് വേണം? എൻഡ്യൂറൻസ്. വി നീഡ് എൻഡ്യൂറൻസ്. നമുക്ക് സഹിഷ്ണുത വേണം. For you have need of endurance, so that when you have done the will of God, you may receive what was promised. പക്ഷെ ചിലർക്ക് ഈ ഒരു സാധനം ഇല്ല. ഈ സഹിഷ്ണുത എന്ന് പറയുന്ന ഒരു സാധനം. ചിലയിടത്തൊക്കെ പോവും. ഞങ്ങളുടെ ഇളയ മകൻ കുഞ്ഞായിരുന്ന സമയത്ത് ഞങ്ങൾ എവിടെങ്കിലും പോവുകയാണെങ്കിൽ അവനെ കൊണ്ട് പോകാൻ പറ്റുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരമൊക്കെ ഭയങ്കര ഉത്സാഹം. ഏതെങ്കിലും വീട്ടിലോട്ട് ചെന്ന് കയറി 5 മിനിറ്റ് ആകണ്ട, അനുവും പറയും പോകാം പോകാം പോകാം. ഇനി പോയില്ലെങ്കിൽ ഇവൻ ഇറങ്ങിപ്പോയി ചെരുപ്പൊക്കെ ഇട്ടുണ്ടെങ്കിൽ പോവും. അത് പോട്ടെ, കുഞ്ഞാണെന്ന് വെക്കാം. ബാക്കിയൊന്നും അറിഞ്ഞുകൂടാത്ത പ്രായമാണ്. എന്നാൽ ചിലരുണ്ട്, മുതിർന്നവരായാലും എല്ലാം ഷടപടയെന്ന് വേണം. അവർക്ക് അല്പനേരം പോലും കാത്തു നിൽക്കാൻ വയ്യ. ഇപ്പം നമുക്കറിയാമല്ലോ, HSRP നമ്പർ പ്ലേറ്റ് ആണ് ഇപ്പം ഇവിടെയെല്ലാം വേണ്ടത്. 2019 മുമ്പോ മറ്റോ ഉള്ള വണ്ടികൾ, ഇങ്ങനെ പഴയ വണ്ടികൾക്കെല്ലാം ഇപ്പം ഇവർക്ക് ഇവിടെ മഹാരാഷ്ട്രയിലാണെങ്കിൽ ഏപ്രിൽ 30 ഡെഡ് ലൈൻ. ഞാനും പുതിയ നമ്പർ പ്ലേറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു, കിട്ടി. അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഏജൻസിയിൽ പോയി. ഞാൻ മൂന്നാമത്തെ ആളാണ്, എൻ്റെ 3ാമത്തെ നമ്പർ. എനിക്ക് ശേഷം ഒരാൾ വന്നു, വണ്ടി കൊണ്ട് നേരെ കയറി പോരുന്നു. എൻ്റേത് വെക്കണം എന്ന് പറഞ്ഞു. അവിടെ വെക്കുന്നത് പറഞ്ഞു, നിങ്ങളെ ഇത്രാമത്തെ നമ്പറാണ് ഇന്ന വണ്ടികൾക്ക് പറയാൻ. പുള്ളിക്ക് 4ാമത്തെയോ 5ാമത്തെയോ നമ്പരാ. എൻ്റെ 3, എനിക്ക് ശേഷം ഒരാൾ വന്നു, അതിനുശേഷം വന്ന ഒരാൾ 5ാമത്തെ നമ്പറുകാരൻ. പുള്ളിക്ക് അവിടെ ഇപ്പം വെച്ച് കിട്ടണം. എന്നിട്ട് ഒടുവിൽ പറയാ, 1600 രൂപ കൊടുത്തായിരുന്നെങ്കിൽ ദാ ഇന്ന വഴിയിൽ വെച്ച് കൊടുക്കുന്നു, ഈ ക്യൂ നിൽക്കേണ്ട ഒന്നും വേണ്ട, 1600 രൂപ കൊടുക്കണമെന്നുള്ളായിരുന്നു. എന്നാ പോയി ചെയ്യിച്ചുകൂടെ? അല്പം പോലും സഹിഷ്ണുത എന്ന് പറയുന്ന സാധനം ഇല്ല. കുഞ്ഞിലെയൊക്കെ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു ചെടിയുടെ വിത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് രാവിലെയും വൈകിട്ടുമെങ്കിലും അത് പൊക്കി നോക്കുമായിരുന്നു. ചെടിയുടെ കമ്പൊക്കെ ചേച്ചിമാർ കൊണ്ടുവന്ന് വീട്ടിൽ നട്ടുവെക്കും. എന്നും പൊക്കുമ്പോഴെല്ലാം പോയി പൊക്കി നോക്കും, വേര് വന്നോ വേര് വന്നോ. നമുക്കറിയാമല്ലോ, നടക്കത്തില്ല. ചിലര് എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കാൻ വെച്ചാൽ ഇതുപോലെ ഒന്നും വേഗം സമ്മതിക്കത്തില്ല. ഇവിടെ ഇതുപോലെ സഹിഷ്ണുതയില്ലാത്ത ഒരവസ്ഥ. അതിന് പറയുകയാണ്, ഇല്ലില്ല, പറ്റത്തില്ല,
ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് കൂടിയേ തീരൂ. സഹിഷ്ണുതയ്ക്ക് വേണ്ടി, പേഷ്യൻസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ആഗ്രഹിക്കാറുണ്ടോ? സ്തോത്രം. ഒരു ദീർഘകാലം നമുക്ക് കാത്തിരിക്കണം. അതിനെ മറ്റൊരു ഭാഷയിൽ കൺസിസ്റ്റൻസി എന്ന് വേണമെങ്കിൽ വിളിക്കാം. സ്ഥിരത, സഹിഷ്ണുത, നിരന്തരത എന്നൊക്കെ നമുക്കതിന് പേര് വിളിക്കാൻ പറ്റും. പലർക്കും സ്ഥിരതയില്ലായ്മയുള്ളത്, സഹിഷ്ണുതയില്ലായ്മ. അത് നിമിത്തം നമുക്ക് നിത്യത നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട്. മുയലിന്റെയും ആമയുടെയും കാര്യം പറഞ്ഞ പോലെ അതിനോട് ചേർത്ത് അടുത്ത ഭാഗവും കൂടെ അതേ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്തോത്രം. അതിന്റെ 38, 39 വായിച്ചോളൂ. 38 and 39. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ചേർത്ത് വെച്ച് നമുക്കിങ്ങനെ പറയാം, ഡു നോട്ട് ബാക്ക് സ്ലൈഡ്. പിന്മാറരുത്, പിന്മാറ്റക്കാരാകരുത്. ഡു നോട്ട് ബാക്ക് സ്ലൈഡ് or don't be backsliders. പിന്മാറരുത്, പിന്മാറ്റക്കാരാകരുത്. നമ്മുടെ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചില്ലെങ്കിൽ മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളഞ്ഞാൽ, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുതയില്ലാതെ പോയാൽ ഉണ്ടാകുന്ന അടുത്ത ദോഷമാണ് പിന്മാറ്റം. പിന്മാറിയാൽ രക്ഷ നഷ്ടപ്പെടുമോ? ഇവിടെ പറയുന്നു, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. അങ്ങനെയാകുമ്പോൾ പിന്മാറുന്നവൻ എവിടേക്കാ പോകുന്നത്? നാശത്തിലേക്ക്. എവിടെ നിന്ന്? രക്ഷയിൽ നിന്ന്. പിന്നെ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിലോ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അപ്പൊ 32 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ, അത് നിമിത്തം എന്ത് കഷ്ടതയും സഹിക്കാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചവർ, വെറുതെ പറയുകയല്ല, അതെല്ലാം അനുഭവിച്ചവർ, തടവുകാരോട് സഹതാപം കാണിച്ചവർ, സ്വന്തം സമ്പത്ത് സന്തോഷത്തോടുകൂടെ അപഹരിക്കപ്പെടുവാൻ അനുവദിച്ചവർ, അവരുടെ ജീവിതം കൊണ്ടും വിശ്വാസം കൊണ്ടും നിത്യതയിൽ ഏറെ പ്രതിഫലങ്ങളെ സമ്പാദിച്ചവർ, പക്ഷേ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ ഉള്ളവർ പിന്മാറിപ്പോയാൽ അത് നാശത്തിലേക്കാണെന്നും അങ്ങനെ പിന്മാറുന്നവരോട് ദൈവത്തിന്റെ ഉള്ളത്തിന് പ്രസാദമില്ലെന്നും നാം ഈ ഭാഗത്ത് വായിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്നതിന്റെ ഭാഗമായി നാം പിന്മാറരുത്, പിന്മാറ്റക്കാരാകരുത്.
പിന്മാറിയാൽ ദൈവത്തിന് നമ്മിൽ പ്രസാദമില്ലാതെ വരും. അതുപോലെ നാം പിന്മാറുന്നെങ്കിൽ നാശത്തിലേക്കായിരിക്കും പോകുന്നത്. പ്രതിഫലം കുറയുമെന്ന് മാത്രമല്ല, നശിച്ചു പോകും എന്നാണ് പറയുന്നത്. നാശം എന്നത് നമുക്കറിയാം. നഷ്ടപ്പെട്ടവർ ഒടുവിലായി ചെന്നെത്തുന്ന നാശമെന്ന സ്ഥലമാണത്. അത് നിത്യനാശം എന്നാണ് പൗലോസ് അതിനെ വിളിക്കുന്നത്. നിത്യനാശമെന്ന ശിക്ഷാവിധിയായിട്ടാണ് പൗലോസ് തെസലോനിക്കർക്കുള്ള 2-ാം ലേഖനം 1-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങളിൽ പറയുന്നത്. നമ്മൾ ഇന്നലെ മിനിയാന്നത് വായിച്ചിരുന്നു. 2 തെസലോനിക്കർ 1-ന്റെ 9-ഉം 10-ഉം. മലയാളത്തിൽ 9-ഉം 10-ഉം കൂടെ വേണം. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ 9-ാം വാക്യത്തിൽ മാത്രം അത് പറയുന്നുണ്ട്. അപ്പൊ നാശത്തിലേക്ക് പിന്മാറുന്നവരായി നാം തീരരുത്. സ്തോത്രം. നാശത്തിലേക്ക് പിന്മാറുന്നവരായി നാം തീരരുത്. സ്തോത്രം. ഇത്രയും കാര്യങ്ങള് വ്യക്തമായോ? ഇത്രയും കാര്യങ്ങളിൽ ചോദ്യങ്ങൾ? എങ്കിൽ 10-ാം അധ്യായത്തിൽ നമുക്ക് ഒന്നും കൂടെ വരാം. 24-ാമത്തെ വാക്യം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് തൽക്കാലം ബാക്കി പിന്നെ മതി. അടുത്തതെന്താണ്? നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. In English, I think it is 25. Do not forsake fellowshipping, not forsaking our own assembling together, as it is the habit of some. കൂട്ടായ്മകളെ, സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. സഭായോഗത്തിൽ വന്നതുകൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. പക്ഷേ നിത്യതയ്ക്ക് പോകുന്നവർ, നിത്യതയ്ക്ക് ഒരുക്കപ്പെടുന്നവർ സഭായോഗങ്ങൾ ഉപേക്ഷിക്കില്ല. എന്ന് വെച്ചാൽ സ്കൂളിലും കോളേജിലും ജോലിക്കും ഒന്നും പോകാതെ മീറ്റിങ്ങുകൾക്കെല്ലാം പോകുമെന്നല്ല അതിന്റെ അർത്ഥം. അവസരങ്ങളുള്ള ഒരു സമയത്തും ഒരു കൂടിവരവും അവര് മുടക്കുകയില്ല. ഏതെങ്കിലും കാരണവശാൽ അവർക്ക് കൂട്ടായ്മയ്ക്ക് വരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു നഷ്ടബോധം അവർക്കുണ്ടാകും. ഒരു നഷ്ടബോധം. ഇന്ന് നല്ല ശതമാനം ആൾക്കാർക്കും സഭായോഗങ്ങൾ താല്പര്യമല്ല. കൂടി വരുന്നതിനോട് വലിയ താല്പര്യമില്ല. അത് നിത്യതയെ ബാധിക്കുന്ന പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ വിശുദ്ധന്മാരോടൊത്ത് കൂട്ടായ്മ ആചരിക്കാൻ മനസ്സില്ലാത്തവരെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യാനുള്ളത്? സംഭവത്തിലേ ഉള്ളൂ. അല്ലാതെ സഭായോഗത്തിൽ വരുന്നതും പോകുന്നതുമായിട്ട് നിത്യതയ്ക്ക് ബന്ധമൊന്നുമില്ല. പക്ഷേ അവിടെ ചെന്നാൽ കൂട്ടായ്മയെ ഉള്ളൂ. ഉറങ്ങുന്ന നേരത്ത് പോലും ഒറ്റയ്ക്ക് കിടക്കാൻ ഒക്കത്തില്ല. കാരണം അവിടെ ഉറക്കവും രാത്രി ഇല്ലല്ലോ. അല്ലെങ്കിൽ നമ്മളിവിടൊക്കെ ആണെങ്കിൽ അന്നേരമെങ്കിലും ലൈറ്റ് എല്ലാം ഓഫാക്കിയിട്ട് ഉറങ്ങുന്ന നേരമെങ്കിലും ഒറ്റയ്ക്ക്, വേറെ അശല്യമൊന്നും ഇല്ലാതിരിക്കുക. അവിടെ പക്ഷെ അതും പറ്റത്തില്ല. ഒറ്റയ്ക്ക് പോയിരിക്കാൻ ഒരു വഴിയില്ല.
അപ്പൊ ഈ ഭൂമിയിൽ വെച്ച് വിശുദ്ധന്മാരോടുള്ള സംസർഗം സന്തോഷകരമല്ലാത്തവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ടൊന്നും ചെയ്യാനില്ല. ദൈവത്തോടും ദൈവജനത്തോടുമുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് സഭായോഗങ്ങൾ. അതിനെ ഉപേക്ഷിക്കുന്നവർക്ക് സദാകാലവും ദൈവത്തോടും വിശുദ്ധന്മാരോടുമൊത്ത് കൂട്ടായ്മ ലഭിക്കുന്ന സ്വർഗത്തിൽ ഒരിടമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. കുഞ്ഞാടിന്റെ കല്യാണത്തിന് ഒരുങ്ങുന്നവർ കൂട്ടായ്മ ആചരിച്ചു കൊണ്ടിരിക്കും. സ്തോത്രം. അടുത്തത് തുടർന്ന് വായിച്ചു. ഒരു ചോദ്യം കൂടെ. നമ്മുടെ സാധാരണ സഭായോഗത്തിന് പോകാതെ വീട്ടിൽ ഇരുന്ന് സൂമിക്കൂടെ അത് കണ്ടോണ്ടിരിക്കുന്നവരുടെ കാര്യം എന്തോ ആവും? സൂമിൽ കൂടെ ആയാലും TV-യിൽ കൂടെ ആയാലും വീട്ടിലെ സഭായോഗം ആയാലും ഇപ്പൊ നമ്മൾ ഈ കൂടുന്നതും സൂമില. ഇതിനെ നമുക്ക് അവസരം ഉള്ളൂ എന്നതുകൊണ്ടാണ്. അപ്പോൾ തന്നെ നമ്മുടെ പ്രാദേശിക സഭകളുടെ യോഗങ്ങൾ മുടക്കിയിട്ട് നമ്മൾ ഈ കൂടിവരവിൽ ഇരിക്കുന്നില്ല. ഇതേ സൂം ഐഡിയിൽ തന്നെ ഞങ്ങളുടെ ഞായറാഴ്ചത്തെ സഭായോഗവും ലൈവായിട്ടുണ്ട്. ഒരേ സമയത്ത് തന്നെ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന മീറ്റിംഗ് ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ സഭയിലുള്ളവരല്ലാതെ മറ്റാരും അതിൽ സംബന്ധിക്കാറില്ല. എന്തെന്നാൽ അവരവരുടെ സഭകളിൽ, പ്രാദേശിക സഭകളിൽ അവർക്ക് അക്ഷരീയമായി ഓഫ്ലൈനായിട്ട് സംബന്ധിക്കാൻ സാഹചര്യമുള്ളത് കൊണ്ട് അവരതിന് പോകുന്നു. നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. നമുക്ക് അങ്ങനെ സംബന്ധിക്കാൻ അവസരമുള്ളപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് വേറെ ഉത്തരവാദിത്വമൊന്നും ഇല്ലല്ലോ, വീടിന്റെ ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇരുന്ന് കാര്യങ്ങളൊക്കെ നടത്താമല്ലോ എന്നൊക്കെയുള്ള ആ നിരുത്തരവാദിത്വപരമായ ആത്മീയത കൊണ്ട് നമുക്ക് സാഹചര്യമുള്ള അക്ഷരീയ കൂട്ടായ്മയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ സൂമിലായാലും വീട്ടിലെ സഭായോഗത്തിലായാലും അത് അരുതാത്തതാണ്, പാപമാണ്. അത് ചെയ്യാൻ പാടില്ല. എന്നാൽ അതിനൊന്നും സാഹചര്യം ഇല്ലാത്ത ഇപ്പൊ ഒരു ബെഡ് റിഡൻ കിടക്കരോഗിയാ, അദ്ദേഹത്തിന് വേറെ എങ്ങും പോകാൻ പറ്റുന്നില്ല. അദ്ദേഹം ഇതുപോലെയുള്ള ഓൺലൈൻ ഏതെങ്കിലും മീറ്റിങ്ങിൽ സംബന്ധിക്കട്ടെ, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും രോഗിയായിട്ടിരിക്കുക, പോകാനായിട്ട് സാധിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ അത് കുഴപ്പമില്ല. ഇപ്പൊ നമ്മളീ കൂടുന്നത് തന്നെ പല ഭൂഖണ്ഡങ്ങളിലാണ് നമ്മളിരിക്കുന്നത്, പല ടൈം സോൺസിലാണ്, സമയമേഖലകളില്ല, പല പട്ടണങ്ങളില്ല. ഇന്ത്യയിൽ തന്നെയാണെങ്കിലും പല പട്ടണങ്ങളില്ല. നമുക്കിതാണ് സൗകര്യം. അതും വല്ലപ്പോഴും ഉള്ള ഒന്നല്ല, എല്ലാ ദിവസവും ഉള്ളതാ. അതുകൊണ്ട് നാം ഇത് വെർച്വലി കൂടുന്നു. അതുകൊണ്ട് നമുക്ക് നേരിട്ട് സംബന്ധിക്കുവാൻ കഴിയുമെങ്കിൽ അത് വേണ്ടെന്ന് വെച്ച് സൂമിൽ കൂടെയോ മറ്റേതെങ്കിലും ഓൺലൈനിൽ കൂടെയോ സംബന്ധിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. അത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുത്. പ്രാദേശിക സഭകൾ എന്നുള്ളത് ദൈവത്തിന്റെ വ്യവസ്ഥയിൽപ്പെട്ട കാര്യമാണ്. ഇത് സഭയുടെ എല്ലാ ആത്മീയ കൂട്ടായ്മകളെ പറ്റിയല്ലേ? അതെ, സഭായോഗം എന്ന് പറഞ്ഞാൽ സഭ കൂടി വരുന്ന എല്ലാ കൂടിവരും. ഓക്കെ. എന്തോ ചർച്ച തന്നെ മെമ്പർഷിപ്പ് ഇതിനകത്ത് വിഷയമില്ല. മെമ്പർഷിപ്പ് നമ്മുടെ
സാമൂഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏറ്റവും അടുത്തോ അല്ലെങ്കിൽ ഏറ്റവും അടുപ്പമുള്ളതോ ഏതാ? ദൂരം കുറവുള്ള സഭകൾ ആകാം, നമുക്ക് അടുപ്പമുള്ള സഭകളുണ്ട്. അത് ദൂരമല്ല ഉദ്ദേശിക്കുന്നത്, മാനസിക അടുപ്പവും ആത്മീയ ബന്ധങ്ങളുമാണ് ഉദ്ദേശിച്ചത്. അതുമല്ലെങ്കിൽ നമുക്ക് ആത്മീയ പ്രയോജനം വരുത്തുന്ന അങ്ങനെയുള്ള ആത്മീയ കൂടിവരവുകളിൽ നമ്മൾ സംബന്ധിക്കുക. മെമ്പർഷിപ്പ് ഉള്ളിടത്ത് ചിലപ്പോൾ എൻ്റെ മെമ്പർഷിപ്പ് 50 കിലോമീറ്റർ ദൂരെ ആയിരിക്കും. എനിക്ക് അവിടെ എല്ലാ ആഴ്ചയും പോകാൻ പറ്റത്തില്ല. എനിക്ക് അടുത്ത ഒരു കൂടിവരവുണ്ടെങ്കിൽ, എനിക്ക് സൗകര്യം അവിടെയാണെങ്കിൽ ഞാൻ അവിടെ പോകും. അപ്പം മെമ്പർഷിപ്പ് ഉള്ള സ്ഥലം എന്ന അതിന് പ്രസക്തിയില്ല. നമുക്ക് ആത്മീയ കൂട്ടായ്മ ലഭിക്കുന്ന അക്ഷരീയമായ കൂടിവരവുകൾ, ആത്മീയ ഉത്തേജനം ലഭിക്കുന്ന ശുശ്രൂഷകളും ഉപദേശ വിശുദ്ധിയും ഒക്കെയുള്ള അങ്ങനൊരു കൂടിവരവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ശരി, ബാക്കി 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. അത് ചിലപ്പോൾ നീണ്ടുപോയേക്കാം. അതുകൊണ്ട് നമുക്കിന്ന് ഇവിടെ നിർത്താം. നാം കൃപയാലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ ദാനമായ നിത്യജീവൻ പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട്, നമുക്ക് കർത്താവ് ജീവനുള്ള പ്രത്യാശ നൽകിയിരിക്കയാൽ, ആ പ്രകാശനം നമുക്ക് ലഭിച്ചതുകൊണ്ട് നമ്മൾ ആ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ച് സഹിഷ്ണുതയുള്ളവരായി, മഹാധൈര്യം തള്ളിക്കളയാതെ, പിന്മാറ്റക്കാരായി തീരാതെ, സഭായോഗത്തെ ഉപേക്ഷിക്കാതെ, ആത്മീയ കൂട്ടായ്മകളിലൂടെ ആത്മീയ സന്തോഷം അനുഭവിച്ചും ആത്മീയ വളർച്ച പ്രാപിച്ചും നമ്മുടെ കർത്താവിന്റെ വരവനായിട്ട് ഒരുങ്ങുവാൻ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.